പലപ്പോഴും വളരെ ഫേമസ് ആയിട്ടുള്ള ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പം ഒരു പുരോഗതിയും ഇല്ലാത്ത ചില ഭക്തരെ നമ്മൾ കാണും. അവിടെ വർഷങ്ങളോളമായിട്ട് സ്ഥിരം അവിടെ പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും, മുടങ്ങാതെ വരും. എന്തുകൊണ്ടാണ് പുരോഗതി ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അവർ ചോദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാര്യം നടത്തി തരാൻ ഉള്ള പവർ ആ പ്രാർത്ഥിക്കുന്ന ആ ഒരു ദൈവത്തിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു 1 മന്ത് നമ്മളൊരു ആരാധനാലയത്തിൽ പോയിട്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം മറ്റെവിടെയോ ആണ് നമുക്ക് വേണ്ടി ഒരു ദൈവം ഇരിക്കുന്നത്. അത് സ്വന്തം റിലീജിയനിൽ പോലും ആയിരിക്കില്ല, ചിലപ്പം വേറൊരു മതത്തിലായിരിക്കും. അത് നമ്മൾ അന്വേഷിച്ച് പോകുക, നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ നേർച്ചയുടെ ഭാഗമാകുമ്പോൾ നമുക്കൊരു പുരോഗതി ഉണ്ടാകും. മനുഷ്യനാണ് മതങ്ങളുടെ പേരിൽ ദൈവം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ദൈവവും നമ്മൾ മനുഷ്യർ കാണിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലിരിക്കുന്ന ആളുകളല്ല. എല്ലാ മതത്തിൻ്റെയും പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം, നെഗറ്റീവ് റിജക്റ്റ് ചെയ്യാനും പഠിക്കണം. എപ്പോഴും ഒരു ആരാധനാലയം നമ്മൾ ചൂസ് ചെയ്യുമ്പം ഭക്തർ വരുന്ന ആരാധനാലയം വേണം ചൂസ് ചെയ്യാൻ. അവിടെ വരുന്ന ഭക്തരിൽ കുറേയെങ്കിലും ആളുകൾക്ക് അവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാകുന്ന ആരാധനാലയം വേണം നമ്മൾ എടുക്കാൻ. മറ്റൊന്നും കൊണ്ടല്ല, ഭക്തി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊരു ബിസിനസ്സാണ്. ഒട്ടും ആളില്ലാത്ത ഒരു ആരാധനാലയത്തിൽ പോയി എത്ര കഷ്ടപ്പെട്ടിട്ടും നമുക്കൊരു ഫലവുമില്ല. അവിടെ പവർ ഉണ്ടെങ്കിൽ അവിടെ ആളുകൾ കൂടും. അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.